ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു റേസിംഗ് കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോർമുല 1 കാറിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയാൻ പോകുന്നത്. ഒന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം, ഒന്ന് നിങ്ങൾക്ക് ഇനി ഈ ഒരു അബദ്ധം പറ്റാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കാറിൽ ഫാബ്രിക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു കേട്ടോ. ഫാബ്രിക് പെയിൻറ്റ് എടുത്ത് അടിച്ചു കൊടുത്തു. അപ്പോൾ അതാണ് എനിക്കിതിൽ ഫസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഫാബ്രിക് പെയിൻറ്റ് ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. കാരണം ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തവർക്കറിയാം അതിൻ്റെ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. അതിലുള്ള പൊടിയും കയറി പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. വെള്ളം വെച്ച് നനച്ച് തുടച്ചാൽ പോലും ഇത് പോകത്തില്ല, കൈ കൊണ്ട് തട്ടിയാലും പോകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഈ ഒരു കാറിൽ വന്നു. പക്ഷേ സ്റ്റിക്കർ വർക്ക് വരെ കഴിഞ്ഞ ശേഷം 95% കംപ്ലീറ്റ് ആയിരുന്ന ഈ ഒരു കാറിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു പെയിൻറ്റ് ഫുള്ള് ചുരണ്ടി കളഞ്ഞിട്ടോ. ചുരണ്ടി കളയാൻ പറ്റത്തില്ല, കാരണം ഇത് ഫോം ഷീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഒരു പെയിൻറ്റ് പറ്റി പിടിച്ചിരുന്ന് കളയും. പക്ഷേ കഴിയുന്നത്രയൊക്കെ ചുരണ്ടി കളഞ്ഞ് എന്നിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും സ്പ്രേ പെയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നാളെ ഒരു ടൈമിൽ, ഈ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ നാളെ ഒരു ടൈമിൽ ഇതിനകത്ത് മിനിയേച്ചർ വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ സ്പ്രേ പെയിൻറ്റിനെ കഴിയുന്ന യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ചെറിയ ടച്ച് വർക്കിനൊക്കെ ആണെങ്കിൽ മാത്രം ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഞാൻ ഫാബ്രിക് പെയിൻറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ചെറിയ ചെറിയ ടച്ച് വർക്കിനൊക്കെ ഫാബ്രിക് പെയിൻ്റാണ് നല്ലത്. ബ്രഷിന് നമുക്ക് നല്ല പോയിൻ്റായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നിലവിൽ വരുന്നത്. എന്തായാലും നല്ലൊരു പണിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ് ഇത് തന്നത്. നമ്മൾ ആദ്യമേ ഇതിൽ സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടിയേനെ. പക്ഷേ എന്നാലും ആ ഒരു സ്പ്രേ പെയിൻറ്റ് അടിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഫിനിഷിങ് എനിക്ക് ഇതിൽ നിന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ്. എനിക്ക് അത്യാവശ്യം ഫാബ്രിക് പെയിൻറ്റ് അടിച്ചതിൽ നിന്നും നല്ലതുപോലെ ഈ ഒരു പെയിൻറ്റ് അടിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ സാധനം സെറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിഷ്ടപ്പെട്ടൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലാന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക എന്തായാലും. ഓക്കെ.